MG. Yeah. Yeah. Oh my God. Let's go. Woo. King. Me. King. Me. വെരി ഈസി ടു ഷൂട്ടാണ്. നമ്മൾ ആ പർട്ടിക്കുലർ ആംഗിൾ വെച്ച് കൊടുത്താൽ മതി, ബാക്കി ആൾ ചെയ്യുന്നു. King. Me. വർഷത്തിലൊരിക്കൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും, വീട്ടിൽ നാലാളെ തല്ലും, സിനിമ ഹിറ്റാക്കും, തിരിച്ചു പോകും, വീണ്ടും കൂട്ടിക്കയറും. അങ്ങനെയൊന്നുമില്ല. അപ്പോൾ റിഫ്ലെക്സ് ഉള്ളൊരു ബോക്സറിൻ്റെ ശാരീരിക ഘടനയിലേക്ക് ആൻ്റണി എത്തി ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. പ്രൊഫഷണൽ ലൈസൻസ് കിട്ടിയ പുറത്തൊക്കെ പോയിട്ട് ഇടിയുള്ളതിനെ പറ്റി എന്താ അഭിപ്രായം? ഇവിടെ കീറിയിരിക്കണുണ്ടോ? അതുപോലെ എന്റെ കളസം മൊത്തം കീറി. കേരള സ്റ്റേറ്റ് ചാമ്പ്യനാണ്. ഒരു പഞ്ച് എനിക്ക് ഒരെണ്ണം കിട്ടിയിട്ട് ഞാൻ എന്റെ കിളി പോയി, കണ്ണീന്ന് വെള്ളം വന്നു, ഞാൻ ഓടി. സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് ഏതായിരുന്നു ടഫർ പാട്ട്? ആന്റണിയെ കൊണ്ട് ഇടിപ്പിക്കാനായിരുന്നു അതോ ഈ ഇമോഷണൽ ആക്കാനായിരുന്നു? രണ്ടും ടഫർ പാട്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും കാണുകയാണ്. അപ്പം ഇപ്പൊ കാണുന്നത് ദാവീദ് എന്ന സിനിമയിലെ 2 അഭിനേതാക്കളും ഒരു സംവിധായകനുമാണ്. അതെ, അഭിനേതാക്കൾ ആരൊക്കെയാ? നമ്മൾ അവിടെ. അപ്പം ദാവീദ് എന്ന പേരും ഒരു ഊക്കൻ പോസ്റ്ററും കുറച്ച് 1-2 വിഷ്വൽസൊക്കെ നമ്മുടെ മുന്നിലുള്ള ആ കൂടെയുള്ള ഒരു സാധനം, അതിന്റെ ബലത്തിൽ ഇനി റിലീസാണ് വരാൻ പോകുന്നത്. ടീച്ചർ ഇറങ്ങി ഒരുപാട് ആകാംക്ഷയിലാണ് ആൾക്കാർ ഇരിക്കുന്നത്. അപ്പോൾ ദാവീദ് എന്താണ്? സംവിധായകൻ പറയട്ടെ, നടൻ പറയട്ടെ, ഒരു ആർക്കാച്ച ആദ്യം പറയാം. ഫിലിം മേക്കർ എന്ന നിലയിൽ കാണാൻ ഒരുപാട് ജോണേഴ്സൊക്കെ കാണുമായിരുന്നു, റൊമാൻറ്റിക് കോമഡിയും ത്രില്ലേഴ്സും. പക്ഷെ നമുക്ക് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു ജോണറാണ് ആക്ഷൻ ഫിലിംസ്. അപ്പോൾ ഞാൻ വിവാഹം കഴിഞ്ഞിട്ട് വൈഫിനെ കൊണ്ടിട്ട് ഏറെക്കുറെ ആക്ഷൻ പടത്തിനൊക്കെ പോകും. ഇപ്പോൾ ലാസ്റ്റ് ഒരു ആക്ഷൻ പടത്തിന് പോയായിരുന്നു. എന്തായിരുന്നു, ബുള്ളറ്റ് ട്രെയിൻ എന്ന് പറഞ്ഞിട്ടൊരു പടത്തിനായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ചീത്തവിളി കിട്ടി. പുള്ളിക്കാരിക്ക് ഞാൻ കൊണ്ടുവന്ന ആക്ഷൻ പടങ്ങളൊന്നും വർക്കാവാറില്ലായിരുന്നു. ഞാൻ അന്ന് പുള്ളിക്കാരോട് പറഞ്ഞായിരുന്നു, ഒരു ഫാമിലിക്ക് കാണാൻ പറ്റുന്ന ഒരു ആക്ഷൻ പടം നമ്മൾ ചെയ്യും, എന്നിട്ട് നിന്നെ വിളിച്ച് കാണിച്ചു തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കോട്ടിന് അകത്ത് നിർത്താൻ കഴിയുന്ന പടമാണ് ദാവീദ്. ഫാമിലിക്ക് വന്ന് കാണാൻ കഴിയുന്ന, സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെ ഒരേപോലെ ഇരുന്ന് കാണാൻ കഴിയുന്ന ആ ആക്ഷൻ ഫിലിം. ഫാമിലി സ്പോർട്സ് ആക്ഷൻ ഡ്രാമ ജോണറിൽ വരുന്ന തിയേറ്റർ മൊമെൻറ്റ്സുകളൊക്കെ ഉള്ള വളരെ ലൈറ്ററായിട്ടുള്ളൊരു സിമ്പിൾ പടമാണ്. ഫാമിലി ഇമോഷൻ ഭയങ്കരമായിട്ട് ഇപ്പോൾ RDX എന്ന് പറഞ്ഞ സിനിമയിൽ ഭയങ്കരമായിട്ട് അത് വർക്കായിരുന്നു. ഫാമിലി, അതായത് കുടുംബ പ്രേക്ഷകർ നന്നായിട്ട് ഏറ്റെടുത്ത സിനിമയാണ് RDX. അതുകൊണ്ടാണ് അത്രയും വലിയ ഹിറ്റായത്. അതിൻ്റെയൊക്കെ തന്നെ ഒരു വേറെ ഫ്ലേവർ. ഇതിൻ്റെ കൂടെ തന്നെ ബോക്സിംഗ് എന്ന് പറഞ്ഞ ഒരു സ്പോർട്സും കൂടി അതിനകത്തുണ്ട്. നിങ്ങൾ വല്ലാത്തൊരു പ്രതിഭാസമാണ്. വർഷത്തിലൊരിക്കൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും, വീട്ടിൽ നാലാളെ തല്ലും, സിനിമ ഹിറ്റാക്കും, തിരിച്ചു പോകും, വീണ്ടും കൂട്ടിക്കയറും. വർഷത്തിൽ ഒരു സിനിമയ്ക്ക് അഭിനയിക്കുള്ളൂ എന്നുള്ളൊരു വാശിയുണ്ടോ? നമ്മൾ ചെയ്യണ പരിപാടികളൊക്കെ കുറച്ച് വലുതാണ്. ഇപ്പോൾ കൊണ്ടൽ എന്ന് പറഞ്ഞ സിനിമ ഭയങ്കര 6 മാസമായിരുന്നു എൻ്റെ ടോട്ടൽ പ്രോസസ്സ്. 80 ദിവസം കടലിലും അല്ലാതെ ഒരു 20 ദിവസം, മൊത്തം 100 ദിവസത്തിനടുത്ത് അങ്ങനെ. അത് പക്ഷേ 6 മാസമായിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ അപ്പോൾ 6 മാസം പോയി. പിന്നെ അതിൻ്റെ പ്രൊമോഷൻ, മറ്റേ റിലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും പോകും. ഇപ്പോൾ ദാവീദ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊക്കെ ഒരു 2 മാസം മുമ്പേ, ഷൂട്ട് തുടങ്ങാൻ 2 മാസം മുമ്പേ നമ്മൾ ഡയറ്റും ബോക്സിങ്ങും പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഇതിൻ്റെയും ഏകദേശം 6 മാസം എടുത്തിട്ടാണ് തീർത്തത്. അപ്പം ആ ടൈം സ്പാൻ കൊണ്ടാണ് നമ്മളുടെ നമ്പർ ഓഫ് ഫിലിംസിൻ്റെ എണ്ണം ശരിക്കും കൺസ്യൂമായി പോകുന്നത്. ഇപ്പോൾ ബോക്സിംഗ് എന്ന് പറയുന്നത് നമുക്ക് കരാട്ടയൊക്കെ കുറച്ച് പഠിച്ചിട്ടോ അല്ലെ കളരിയൊക്കെ നമുക്ക് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയും കാണിച്ച് ഫലിപ്പിക്കാം. പക്ഷെ ബോക്സിങ്ങിന് അതിനേക്കാളൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ്. നമുക്ക് അങ്ങനെ ഫേക്ക് ചെയ്യാൻ അത്ര എളുപ്പമല്ല. യു ഹാവ് ടു ബി എൻ എക്സ്പേർട്ട് അല്ലേ. നമ്മൾ ഡയറ്റ് നോക്കണം, ട്രെയിൻ ചെയ്യണം, പിന്നെ അതിൻ്റെ സ്റ്റാൻസ്, അതിൻ്റെ എല്ലാം ഭയങ്കര ടെക്നിക്കലായിട്ടുള്ള സാധനമാണ്. അത് ചുരുങ്ങിയ സമയം കൊണ്ട് എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? ചുരുങ്ങിയ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 മാസം അതും ഭയങ്കര ഇൻറ്റൻസ് ട്രെയിനിങ് ആയിരുന്നു. വർക്കൗട്ട് രാവിലെയും വൈകുന്നേരം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ ബോക്സിംഗ് ഉണ്ടാവും, അത് ചിലപ്പോൾ 2 മണിക്കൂറൊക്കെ ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഡയറ്റ്. അപ്പോൾ 6 മാസം കൊണ്ട് ചെയ്യേണ്ടതൊക്കെ ചിലപ്പോൾ നമ്മൾ 2 മാസം കൊണ്ട് അത്രയും നമ്മൾ മെൻ്റൽ സ്ട്രെയിനും ഫിസിക്കൽ സ്ട്രെയിനൊക്കെ എടുത്ത് നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ ആക്ച്വലി ഒന്ന് കഥ പറയുമ്പോൾ ഇപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ അവസ്ഥ എന്തായാലും ഉണ്ടല്ലോ. ഇപ്പോൾ വളരെ ആഹാരപ്രിയനായിട്ടൊരാൾ ഇഷ്ടമുള്ളതെല്ലാം അളിയൻ അങ്ങനെ എഫേർട്ട് എടുത്ത്. ഇപ്പോൾ അതായത് ഏതവസ്ഥയാണ്, കഴിഞ്ഞാണോ മുന്നത്തെയാണോ? അതെ, ഇത് ആക്ച്വലി ഞങ്ങൾ ഇതിന് സ്റ്റാർട്ട് ചെയ്യുന്നത് May 1. RDX 96 വെയിറ്റ് ആദ്യം ഇതിൻ്റെ ട്രെയിനിങ് തുടങ്ങുന്ന സമയത്ത്. അതിൽ നിന്നാണ് ക്ലൈമാക്സ് എത്തിയപ്പോൾ 74 പോയിന്റ് സംതിങ്. ഇപ്പം 79. ഏറ്റവും ഇഷ്ടമുള്ള എല്ലാം വേണ്ടാന്ന് വെച്ചു. അപ്പം ആദ്യത്തെ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അതായത് മെയ്യിലെ ആദ്യ വാരത്തെയൊക്കെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ആൾക്ക് വിശന്ന്
പരിപ്പ് ഇട്ട് ആളാരും കാണാതെ പോയി ബ്രെഡൊക്കെ എടുത്തോണ്ട് വളരെ ബ്രെഡ് പോക്കറ്റ് എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടൊരു കഥ. അല്ല, ഇതിൻ്റെ ഏറ്റവും ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 മാസം പ്രശ്നം ഉണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് ഷൂട്ടും കൂടി ഇതിൻ്റെ ഒപ്പം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ട്രെയിനിങ്, ബോക്സിങ്, ഡയറ്റ്, ഷൂട്ട്, അത് കഴിഞ്ഞിട്ട് അങ്ങനെ വന്നപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഒന്ന് കെട്ടുപോയി. കാരണം എല്ലാ ദിവസവും ട്രെയിനിങ്, വെയിറ്റ് ട്രെയിനിങ്ങും ഉണ്ട്, ബോക്സിങ്ങും ഉണ്ട്. ഒന്നും പറ്റിയില്ലെങ്കിൽ ലൊക്കേഷനിൽ ചെയ്യും. ഉച്ചയ്ക്കുള്ള ലഞ്ച് ബ്രേക്കിന് ചെയ്യും. അങ്ങനെ നമ്മൾ പുഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഷൂട്ടിനിടയ്ക്ക് നന്നായിട്ട് കഴിച്ചൊക്കെ വളരെ ഹാപ്പി ആയിട്ട് പോയത്. ആൻഡ്രി ഒരു വട്ടം പോലും നിന്റെ ഐഡിയ അല്ലടാ നീയും കഴിക്കണ്ടെന്ന് പറഞ്ഞില്ല. ആ സ്നേഹവും എവിടെ പോയിട്ടാണ് ബോക്സിംഗ് പഠിച്ചത്? നമ്മൾ ട്രെയിനർ വന്നിട്ട് നമ്മളെ മറ്റേ ഓസോൺ എന്ന് പറഞ്ഞ ജിമ്മുണ്ട് നമ്മുടെ ഈ കൊച്ചി തന്നെയുള്ള. അപ്പോൾ അവിടെയാണ് ട്രെയിനിങ്, വർക്കൗട്ട്, എല്ലാ ട്രെയിനിങ്ങും അവിടെ തന്നെയായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഞാൻ ഇതിൻ്റെ മെയിൻ ഹെഡ് കോച്ച് ദുബായിലാണ് പുള്ളി. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ദുബായിൽ 2-3 പ്രാവശ്യം ഞാൻ പോയി. അവിടെ പോയിട്ട് ഒരു 1 വീക്ക് നിന്ന് ട്രെയിൻ ചെയ്യും, തിരിച്ചു വരും. അങ്ങനെ കാരണം ഇവിടെ പുള്ളിയുടെ അസോസിയേറ്റാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ പുള്ളി കറക്റ്റ് ചെയ്യാൻ വേണ്ടി അവിടേക്ക് വിടും. പുതിയ ഓരോ ജാബ്, ക്രോസ്, അങ്ങനെ ഓരോ സംഭവങ്ങൾ നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടി അവിടേക്ക് വിടും. അത് പുള്ളി കറക്റ്റ് ചെയ്യും. അപ്പോൾ റിഫ്ലെക്സ് ഉള്ളൊരു ബോക്സറിൻ്റെ ശാരീരിക ഘടനയിലേക്ക് ആൻ്റണി എത്തി ഈ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. ഈ പ്രൊഫഷണൽ ലൈസൻസ് കിട്ടിയ പുറത്തൊക്കെ പോയിട്ട് ഇടിയുള്ളതിനെ പറ്റി എന്താ അഭിപ്രായം? ഇടി കൊള്ളുന്നത് അത് കറക്റ്റാ. ഇപ്പൊ നീ ഇവിടെ കീറിയിരിക്കണ അതുപോലെ എന്റെ കളസം മൊത്തം കീറി. സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് ഏതായിരുന്നു ടഫർ പാട്ട്? ആന്റണിയെ കൊണ്ട് ഇടിപ്പിക്കാനായിരുന്നു അതോ ഈ ഇമോഷണൽ ആക്കാനായിരുന്നു? ആൻ്റണി ഒരു അടുത്ത് ഞാൻ ഒരു ദിവസം ചോദിച്ചിരുന്നു, ഈ സിനിമയിൽ ആൻ്റണീനെ ആകർഷിച്ചത് ഇതിലെ ആക്ഷൻ പാർട്ടാണോ അതോ ഇതിൻ്റെ ഫാമിലി ഇമോഷൻ, മകളുമായിട്ടുള്ള പാർട്ട്, വൈഫുമായിട്ടുള്ള പാർട്ട്? പുള്ളീൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഇമോഷണൽ പാർട്ടാണ് കുറച്ചും കൂടെ ഈ ദാവീദിൽ എന്നെ അട്രാക്ട് ചെയ്തതെന്ന് പറഞ്ഞു. ഞാൻ ആക്ച്വലി ഒരു പർട്ടിക്കുലർ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് റൈറ്റർ ഡയലോഗ് എഴുതി, ദീപു ഒരു ഡയലോഗ് അതിനകത്ത് എഴുതിയിരുന്നു. അപ്പോൾ ആ ഡയലോഗ് എങ്ങനെ വേണം എന്നുള്ള ഡിസ്കഷൻ ആക്ച്വലി പ്രീ പ്രൊഡക്ഷൻ ടൈമിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആക്ച്വലി ഓക്കെ ഫൈൻ, ഫസ്റ്റ് ആക്ടർ എങ്ങനെ ആ ഡയലോഗ് റെൻഡർ ചെയ്യുമോ നമുക്ക് ചുമ്മാ ഒന്ന് സീനി കൊടുത്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ഡയലോഗ് കൊടുത്തപ്പോൾ ആൻ്റണി അത് പറഞ്ഞു. കാരണം ഞങ്ങളെല്ലാവരും പ്ലാൻ ചെയ്തതുപോലെ അല്ല, സിമ്പിളായിട്ട് പുള്ളി അത് പറഞ്ഞു. ഒരേ സ്വരത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നി അതായിരുന്നു അവിടെ വേണ്ടത്. അത്രയും സിമ്പിളായിട്ട് ആ ഡയലോഗ് പറയുക എന്നുള്ളതായിരുന്നു അവിടെ വേണ്ടത്. അപ്പോൾ ഞാനും ക്യാമറാമാൻ സാലും കൂടി ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു ആൻ്റണീനെ പ്രസൻറ്റ് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന്. ഞങ്ങളിങ്ങനെ ഒരു 3ാമത്തെ ദിവസമാണ് ഒരു ഓട്ടോയിൽ വന്നിറങ്ങുന്ന ഷോട്ട് ഷൂട്ട് ചെയ്തത്. ഓട്ടോയിൽ വന്നിറങ്ങുന്ന ഷോട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് സാലുവിന് മനസ്സിലായി അയാൾ എന്താണ് എന്ന്. ഭയങ്കര സ്ക്രീൻ പ്രസൻസ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് അത് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് പിന്നീട് ഞങ്ങൾ ചെയ്തത്. ഇപ്പോൾ ഈവൻ സെക്കൻഡ് ഹാഫിൽ ഒരു ക്രൂഷ്യൽ സീനിൽ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. അപ്പം ഷോർട്ട് ഡിവിഷനിൽ ആ ഷോട്ട് ഉണ്ടായിരുന്നില്ല, പക്ഷെ പെട്ടെന്ന് പുള്ളി തിരിഞ്ഞു. അപ്പോൾ തിരിഞ്ഞപ്പോൾ സാലു പറഞ്ഞു എടാ നമുക്ക് ഇങ്ങനെയും കൂടെ ഒരു ഷോട്ട് എടുക്കാമെന്ന് പറഞ്ഞു. അത് രസമായി. അപ്പോൾ ആ സ്വാഗ് പാർട്ട് ഭയങ്കര വെരി ഈസി ടു ഷൂട്ടാണ്. നമ്മൾ ആ പർട്ടിക്കുലർ ആംഗിൾ വെച്ച് കൊടുത്താൽ മതി, ബാക്കി ആൾ ചെയ്യുന്നു. എൻ്റെ സിനിമയിൽ അഭിനയിച്ച എല്ലാവരും പെർഫോമേഴ്സ് ആയിരുന്നു. ആൻ്റണി, കിഡ്, വിജയരാഘവൻ ചേട്ടൻ എന്താണ് എൻ്റെ ഒരു കോച്ച്? അത് എൻ്റെ ആശാനായിട്ട്, മെൻറ്ററായിട്ട്. ആള് ആക്ച്വലി ഒരു റിയൽ ലൈഫ് ക്യാരക്ടറാണ് അവതരിപ്പിച്ചത്. കോഴിക്കോടുള്ള പൂളാടിക്കുന്ന് എന്ന് പറയുന്നൊരു ബോക്സിംഗ് ഗ്രാമമാണ് കേരളത്തിലെ. അപ്പം അവിടുത്തെ രാഘവൻ എന്ന് പറയുന്ന ഒരു 55 വർഷം, തൻ്റെ ജീവിതത്തിൽ 55 വർഷം ബോക്സിങ്ങിന് വേണ്ടി ജീവിച്ച് മരിച്ച ഒരു വ്യക്തിയാണ്. അപ്പം അയാൾ ആ റിയൽ ലൈഫ് ക്യാരക്ടറിൻ്റെ ഒരു 60% എടുത്തിട്ടാണ് നമ്മൾ വിജയരാഘവൻ ചേട്ടൻ്റെ ക്യാരക്ടർ സിനിമയിൽ എഴുതിയിരിക്കുന്നത്. സിനിമയിൽ നായിക ലിജോമോളും അത്ര കോമൺ ആയിട്ടൊന്നും അങ്ങനെ മലയാളത്തിൽ അഭിനയിക്കാത്ത, എന്നാൽ ശ്രദ്ധേയമായ വേഷങ്ങളിൽ വരുന്ന ഒരാളാണ്. തമിഴിലൊക്കെ വളരെയധികം ഫേമസ് ആണ്. കാസ്റ്റ് ചെയ്യാനുണ്ടായ കാരണം? ആക്ച്വലി പുള്ളിക്കാരി ഭയങ്കര കിടിലം പെർഫോമറാണെന്ന് നമുക്ക് മുൻകാല സിനിമകളിൽ നിന്ന് നമുക്ക് അറിയാമായിരുന്നു. അപ്പോൾ ആൻ്റണി ലിജോമോളിനൊരു കോംബോ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ സിനിമ അനൗൺസ് ചെയ്ത ടൈമിൽ തന്നെ ഫസ്റ്റ് ചോയ്സ് നായിക പുള്ളിക്കാരി തന്നെ ആയിരുന്നു നമ്മുടെ മനസ്സിൽ. നമ്മൾ പുള്ളിക്കാരിയോട് ചോദിച്ചു. അപ്പോൾ ഭയങ്കര പ്രൊഫഷണലാണ്. നിങ്ങൾ സ്ക്രിപ്റ്റ് അയക്കുമെന്ന് പറഞ്ഞു. സ്ക്രിപ്റ്റ് വായിച്ചിട്ട് മെസ്സേജ് ചെയ്തു, ഷെറിൻ എന്ന ഈ കഥാപാത്രം ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്. പർട്ടിക്കുലർ ഷൂട്ടുള്ള ഡേയ്സിൽ ആ സീൻ വായിച്ചിട്ടായിരിക്കും വരുന്നത്. അത് പുള്ളിക്കാരിയുടെ ഭാഗത്തു നിന്ന് തന്നെ പെർഫോമൻസ് തരും. കാരണം ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു പടം ഷൂട്ട് ചെയ്യാൻ. കാരണം എൻ്റെ കൂടെ എൻ്റെ നായിക എല്ലാവരും പെർഫോമേഴ്സ് ആയിരുന്നു. നമുക്ക് പോയിട്ട് കറക്റ്റ് ചെയ്യാനൊന്നും ഇല്ല. അവർ സീൻ വായിച്ചാൽ അവർക്ക് വളരെ ഇതുണ്ട്. പർട്ടിക്കുലർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെയും കൂടെ ചെയ്യൂ എന്ന് ചോദിക്കാനേ ഉണ്ടായിരുന്നു. ജയ്ഭീം സിനിമ ഇമോഷണലി ഫുള്ളായിട്ട് എടുത്തുകൊണ്ട് പോകുന്നവരാണ് അല്ലേ? അതുപോലൊരു സ്റ്റെല്ലർ പെർഫോമൻസ് തന്നെ ആയിരിക്കും. ശരിക്കും ബേസിക്കലി ദാവീദ് ഒരു ക്യൂട്ട് ഫാമിലിയുടെ
സിമ്പിൾ ആയിട്ടുള്ള ഒരു പടം. അത് സിമ്പിൾ പടമാണ്. കാരണം ഭയങ്കര ക്യൂട്ട് ഫാമിലിയുടെ, അതായത് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനെ ഒരു വ്യക്തി എങ്ങനെ എടുക്കുന്നു എന്ന രീതിയിലാണ് അതിൻ്റെ ഇൻറ്റൻസിറ്റിയുടെ ഗ്രാഫ് ഇരിക്കുന്നത്. അപ്പം ദാവീദിലെ ആളുകൾക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരല്ല, പക്ഷെ അവർ പ്രശ്നങ്ങൾ വന്നാൽ മറ്റേ നെഞ്ചും പിരിച്ച് അങ്ങ് നേരിടുന്ന ആളുകളാണ്. ഭയങ്കര സിമ്പിൾ സിറ്റുവേഷനിലൂടെയാണ്, എന്നാൽ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന സിറ്റുവേഷനിലൂടെയാണ് ദാവീദിലെ കഥാപാത്രങ്ങൾ കടന്നു പോകുന്നത്. ഇൻറ്റൻസിറ്റിയേക്കാൾ കൂടുതൽ അവർ നടത്തുന്ന ആ പോരാട്ടവും ആ ഒരു സ്ട്രഗിളും ഒക്കെ തന്നെയാണ് സിനിമ. ഭയങ്കര സിമ്പിൾ പടമാണ്. ഒരു കോമൺ ക്വസ്റ്റ്യൻ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ നേരിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പടം ഒന്നും ചെയ്യാത്ത ഗോവിന്ദ്, ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ ചെയ്ത സാലു, ആവാസവ്യൂഹം ചെയ്യുന്ന ചെറുമടം, നിങ്ങളെല്ലാവരോടും എന്ത് ചെയ്യാൻ പോകുന്നു? അത് ആന്റണീനെ ചിരിപ്പടം, കൊമേഴ്ഷ്യൽ പടം, ബോക്സിംഗ് പടം എടുക്കാൻ പോകുന്നു. പക്ഷെ സാലു വാസ് ദ റൈറ്റ് ചോയ്സ് ആയിരുന്നു. അയാളുടെ പൂർണ്ണമായിട്ടും അയാൾ ആ സിനിമയ്ക്ക് വേണ്ടി തന്നു. ഇങ്ങനത്തെ ഒരു പടത്തിൽ നല്ല സ്വാഗും നല്ല സ്റ്റൈലും ഒക്കെ ഉണ്ടാവും. മ്യൂസിക് എന്ന് പറയുന്ന ഘടകം ഇതിനെ എലിവേറ്റ് ചെയ്യുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. അപ്പം ജസ്റ്റ് വർഗീസ് വളരെ ഫേമസ് ആയിട്ടുള്ള പല ഈ സ്ലോ മോഷൻ ആന്റണി പെപ്പെ പടങ്ങൾ പലതും പുള്ളി ഇൻവോൾവ് ആണ്. അപ്പോൾ ഇതിലൊരു പുള്ളിയുടെ ഒരു എഫേർട്ട് എങ്ങനെ? ഇന്ന് മലയാളത്തിൽ സൗണ്ടിങ്ങിൽ ജസ്റ്റിനെ വെല്ലാൻ ഒരാളില്ല, അത് നമ്മൾ ബിലീവ് ചെയ്യുന്നു. ജസ്റ്റിൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ദാവീദിൻ്റെ ആൽബംസ് എല്ലാം ഭയങ്കരമാണ്. അതായത് ഇപ്പോൾ ഒരു പടത്തിലെ പർട്ടിക്കുലർ ആൽബം എടുത്താൽ, പാട്ടുകൾ എടുത്താൽ ചിലപ്പോൾ ഇന്ന കാറ്റഗറിയിലുള്ളവർക്ക് ഇഷ്ടപ്പെടത്തുള്ളായിരിക്കും. പക്ഷേ ദാവീദിലെ പാട്ടുകൾ ഒരുപാട് ടൈപ്പ് ഓഫ് പാട്ടുകളുണ്ട്. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെടും. ജസ്റ്റിൻ അയാളുടെ മാക്സിമം ഇട്ടിട്ടുണ്ട്. അയാളെ കൊണ്ട് പറ്റുന്ന മുഴുവൻ അയാൾ ചെയ്തിട്ടുണ്ട് പടത്തിൽ. ചെറുപ്പം മുതലേ വളരെ ശാന്ത സ്വഭാവിയായിരുന്ന, അച്ഛനമ്മ പഠിക്കാൻ പോയ ഒരു മനുഷ്യൻ അവിടെ നിന്ന് ചാടി വന്ന് ഒരു മനുഷ്യൻ വീണ്ടും പഠിച്ചു മഹാരാജാസിലൊക്കെയാണല്ലോ. ഇഷ്ടികയൊക്കെ പറഞ്ഞു നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ ഫ്രണ്ട്സ് തന്നെ തമ്മിൽ അടി ഉണ്ടാവും. 2 പാർട്ടി ആയിരിക്കും. അമ്മമാർക്ക് വേറെ ഓപ്ഷൻ ഉണ്ടാവില്ല. അടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഏത് വഴിക്ക് വരുമെന്ന് അറിയില്ല. അത് പിന്നെ അടിയും, പിന്നെ ഇവർക്ക് ചില ആൾക്കാരൊക്കെ ആശുപത്രി കിടക്കാൻ വേണ്ടി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അപ്പോൾ മസാല ദോശ മേടിച്ചു കൊടുക്കലൊക്കെ ആയിരുന്നുണ്ട്. അപ്പം ആദ്യത്തെ സിനിമയിൽ നാടൻ തല്ലായിരുന്നു. പിന്നീട് വന്നപ്പോൾ അടുത്ത ഫേമസ് ആയ സിനിമയിൽ കരാട്ടയിലേക്ക് വന്നു. ഇപ്പോൾ ബോക്സിങ്ങിലേക്ക് വന്നു. ഫൈറ്റിങ്ങും ആന്റണി പെപ്പയും തമ്മിൽ എന്തോ ഒരു ബൈ ബർത്ത് എന്തോ ഒരു കണക്ഷൻ ഉള്ള പോലെയാണ്. അത് വന്നിരുന്ന് ഇടിച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടും. ആ സ്വാഗ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളെ, ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ഉള്ള പിള്ളേരൊക്കെ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്ന ആളുകളാണ്. ഒരു സ്ക്രിപ്റ്റിന്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഇമോഷനാണ്. അത് കണക്ട് ആയാലാണ്. അത് കണക്ട് ആയി കഴിഞ്ഞപ്പോൾ ഇടി മാത്രമല്ല, നമ്മളിപ്പോൾ അവിടെ ഇരുന്ന് വെറുതെ എന്ത് കാണിച്ചാലും ചിലപ്പോൾ ആൾക്കാർ ചിരിക്കും. ആ ക്യാരക്ടറിന്റെ ഇമോഷൻ കറക്റ്റ് തുടക്കത്തിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇന്നായി കഴിഞ്ഞാൽ പിന്നെ എന്ത് കാണിച്ചാലും ചിരിക്കും. പക്ഷെ ഇടിക്ക് സ്വതവേ ഒരു സ്വാഗ് കൂടുതലാണെന്ന് തോന്നുന്നു. എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അല്ല, നിങ്ങൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഇടിപ്പടങ്ങളിലേക്ക് അങ്ങനെ ലൈനപ്പ് ആവുന്നതാണോ അതോ വരുന്ന പടങ്ങളിൽ? അത് തന്നെ അങ്ങനെ ആയതാ. ഞാൻ പണ്ട് ചെയ്ത ഷോർട്ട് ഫിലിംസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഭയങ്കര പൈൻലി സെറ്റപ്പുള്ള, അല്ലെങ്കിൽ പെൺപിള്ളേരെ പിന്നാലെ നടക്കുന്ന അങ്ങനത്തെ ചെറിയ ഭയങ്കര സിമ്പിളായിട്ടുള്ള പരിപാടികൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഈ ഫൈറ്റ് എന്ന് പറഞ്ഞതിന് ഒരു പരിമിതിയുണ്ട്. ഞാൻ ചെയ്ത വർക്കുകളെല്ലാം അങ്ങനെ തന്നെയായിരുന്നു. ഒരിക്കലും അങ്ങനെ ഒരു ആക്ഷൻ സിനിമ ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതാവണം എന്നൊന്നും മനസ്സിൽ പോലും കാര്യം. നമുക്ക് മറ്റേ ഇളയ തളപതിയുടെ ഒക്കെ പടങ്ങൾ കണ്ട് നമുക്ക് ആവേശം കൊള്ളാറുണ്ടെങ്കിലും നമ്മുടെ മനസ്സിൽ അങ്ങനത്തെ പ്ലാനോ ഇതൊന്നുമില്ല. ഇത് തന്നെ ഇങ്ങനെ സംഭവിച്ചു പോയതാ. ഇടയ്ക്കൊരു ഈ തല്ല് പാൻ ഇന്ത്യൻ ആവാനൊരു സാധ്യത വന്നു എന്നും അത് വേറെ സിനിമയ്ക്ക് വേണ്ടി അത് വേണ്ടെന്ന് വെക്കേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. തമിഴിലേക്ക് പോകാനൊരു അത് മറ്റേ മാസ്റ്റർ എന്ന് പറഞ്ഞ സിനിമയിലേക്ക്. പക്ഷെ ആ സമയത്ത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ ഷൂട്ടുമായിട്ടുള്ള ഡേറ്റിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ അത് നടപടിയായില്ല. ഈ ദാവീദ് എന്നുള്ള പേരിന് പൊതുവേ ഒരു ഹിസ്റ്റോറിക്കൽ കോണോട്ടേഷൻ ഉണ്ടല്ലോ. അങ്ങനെ ഒരു സാധനം ഉദ്ദേശിച്ച് തന്നെയാണോ ദാവീദ് എന്ന് പേരിട്ടതോ? ഏറ്റവും ബിഗസ്റ്റ് അണ്ടർഡോഗ് സ്റ്റോറി എന്ന് പറയുന്നത് ദാവീദിയൻ കഥയാണ്. സോ അഡാപ്റ്റഡ് ഈ സിനിമയുടെ ഷൂട്ടിങ്ങായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കൗതുകങ്ങൾ എന്തെങ്കിലും പങ്കുവെക്കാണോ? എന്തെങ്കിലും ബോക്സിങ്ങിന്റെ ഒരു ചെറിയൊരു സംഭവം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു കളരി എന്ന് പറഞ്ഞ ഒരു ഏരിയ ഉണ്ട് അവിടെ. അതിനകത്ത് അഭിനയിക്കാൻ വന്നത് തൃശ്ശൂരുള്ള ഒരു പയ്യനാണ്. അവൻ കേരള സ്റ്റേറ്റ് ചാമ്പ്യനാണ് അവൻ്റെ വെയിറ്റ് കാറ്റഗറിയിൽ. അപ്പോൾ അവൻ്റെ നിന്ന് ഒരു പഞ്ച് എനിക്ക് ഒരെണ്ണം കിട്ടിയിട്ട് എൻ്റെ കിളി പോയി. അതായത് വെള്ളം വന്നു, കണ്ണീന്ന് വെള്ളം വന്നു. ഞാൻ ഓടി. ഇവർക്ക് ചോദിച്ചത് എന്താ ഓർഡറേന്ന്. അപ്പോൾ ഒരു പഞ്ച് കയറിയത് എനിക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ അവനെ ഇടിക്കുന്ന ഒരു സാധനമുണ്ട്, അത് അവൻ്റെ ഇവിടെ കൊണ്ടിട്ട് അവൻ്റെയും കളി പോയി. അതാണ് ഇതിൻ്റെ ഒരു നല്ല സുഖമുള്ളൊരു പരിപാടി. ലെഫ്റ്റ് ഹാൻഡർ ആണോ റൈറ്റ് ഹാൻഡർ ആണോ? റൈറ്റ്, നാച്ചുറലി റൈറ്റ്. പക്ഷെ എനിക്ക് 2 ഇതും വഴങ്ങും. സ്റ്റാൻസ് ഓർത്തഡോക്സ് ആണ്. അതെ. ഇഷ്ടമുള്ള ഏരിയ ഏതാണ് ബോക്സിംഗിൽ? എനിക്കൊന്ന് ലീവിങ് പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒഴിഞ്ഞു മാറുന്ന പരിപാടികൾ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കണ്ടിന്യൂസ് പഞ്ചാണോ ഹുക്കൊക്കെ എനിക്ക് ഇഷ്ടമാണ്. സിംഗിൾ പഞ്ചിൽ ഹുക്ക്. ഇഷ്ടമുള്ള ബോക്സർ ആരാണ് പൊതുവെ? എനിക്ക് മൈക്ക് ടൈസൺ.
പിന്നെ മറ്റേ അവിടെ ഞാൻ ചോദിക്കണം, കയ്യെ കിട്ടിയ ഉടനെ ചോദിക്കണം എന്ന് വിചാരിച്ചു. സൈക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഇയാൾ ഈ അടുത്ത് പോയിട്ട് ഒരു സ്ഥലത്ത് പോയി തോറ്റത്, ഒരു കളി മത്സരം പോയിട്ട് അത് മറ്റേ ജെയ്ക്ക് പോളായിട്ട്, അത് മറ്റേ ഇതാ തട്ടിപ്പ് പരിപാടിയാണ്. അത് പൈസക്ക് വേണ്ടിയുള്ള പരിപാടിയാണ്. വേറൊരാളുണ്ട് ഇപ്പോഴത്തെ ഹെവി വെയിറ്റ് ചാമ്പ്യൻ ഉസൈക്ക് എന്ന് പറഞ്ഞിട്ട്, കിഡിലും ഫൈറ്ററാണ്. നമ്മൾ നോർമലി നിൽക്കുമ്പോൾ ലെഫ്റ്റ് ലെഗ് ഫസ്റ്റും ഇത് റൈറ്റ് ലെഗ് ബാക്കിലും ആയിരിക്കും. സൗത്ത് പോല് നേരെ ഓപ്പോസിറ്റാണ്. ഇതായിരിക്കും ജാബ്, ഇത് ക്രോസ് സൗത്ത് പോല്. മറ്റേത് നേരെ ഓപ്പോസിറ്റാണ്. അപ്പൊ മറ്റേത് സൗത്ത് പോ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പട കളിക്കും. ഈ ഡാൻസിങ് റോസിനെ പോലുള്ള ആളുകളെ സ്റ്റൈൽ കിടന്ന ഡാൻസ് അത് അതിനാണ് ശരിക്കും പറഞ്ഞാൽ ക്യൂബൻ സ്റ്റൈൽ എന്ന് പറയാം. ക്യൂബൻ സ്റ്റൈൽ ബോക്സിംഗ് ആണ് ശരിക്കും ഈ മൂവ്മെന്റുകൾ കൊണ്ടുവരുന്നത്. പക്ഷെ അത് ശരിക്കും ബോക്സിംഗിൽ, പ്രൊഫഷണൽ ബോക്സിംഗിൽ നടക്കൂല. നടക്കും, 1-2 റൗണ്ട് നടക്കും, പെട്ടെന്ന് പട്ടീനെ പോലെ അണച്ചു പോകും, മറ്റേ കയറി ഇടിച്ച് പഞ്ഞിക്കിടും. പക്ഷെ അത് ഗംഭീരമായിട്ട് അപ്ലൈ ചെയ്യണവരുണ്ട് ചില റൗണ്ടുകളിൽ മാത്രം. എപ്പോഴും അങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ആവശ്യമില്ല. ഇപ്പോൾ ഈ മൂവ്മെന്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ ബോക്സിങ് ഫൈറ്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഭയങ്കര സ്പീഡിലാണ് പരിപാടി, എന്താ നടക്കുന്നത്, ഭയങ്കര സ്പീഡിലാണ് ഈ ഒഴിഞ്ഞു മാറ്റം പരിപാടികൾ. നമുക്ക് മനസ്സിലാവില്ല. അത് സ്ലോ മോഷനിൽ കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ ദൈവം ഇതൊക്കെ ചെയ്തായിരുന്നല്ലോ അല്ലേ. അല്ലെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ രണ്ടുപേരും കൂടി നിന്നിട്ട് വെറുതെ ഇങ്ങനെ ഒന്ന് കാണിക്കണ കാര്യം നമുക്ക് തോന്നുള്ളൂ. പെപ്പെ എന്ന നടനെ മലയാളികൾ ആദ്യമായിട്ട് ഇഷ്ടപ്പെട്ട് തുടങ്ങുന്നത് ശരിക്കും അങ്കമാലി ഡയറീസ് എന്ന് പറഞ്ഞ സിനിമയിൽ തന്നെയാണ് അല്ലേ. അതിൽ തന്നെയാണല്ലോ ഈ പേര് പോലും അല്ലേ, പെപ്പെ എന്നുള്ള ആന്റണി വർഗീസ് എന്നുള്ള മാത്രമല്ല ആദ്യം ഉണ്ടായിരുന്നു. ലിജോയുമായിട്ട് വീണ്ടും ജല്ലിക്കെട്ടിലും കൂടെ വരികയുണ്ടായി. അപ്പം ആ ഒരു പുള്ളിയുമായിട്ടുള്ള അഭിനയിക്കുന്ന ഒരു അനുഭവം എങ്ങനെയായിരുന്നു, പുള്ളിയുടെ കൂടെയുള്ള കാലം? ആദ്യം ഭയങ്കര സിമ്പിളായിരുന്നു അങ്കമാലി ഡയറീസ് തുടങ്ങിയപ്പോൾ. അപ്പം ഞാൻ വിചാരിച്ച സിനിമ ഭയങ്കര സിമ്പിളായിരിക്കും. ആദ്യത്തെ ഒരു കുറച്ച് ദിവസം വളരെ നാച്ചുറലായിട്ട്, പുള്ളി എപ്പോഴും പറയും നാച്ചുറലായിട്ട് സാധാരണ സംസാരിക്കണവർ സംസാരിച്ചാൽ മതി. അപ്പോൾ നമ്മൾ പറയണതൊക്കെ ഓൾമോസ്റ്റ് എല്ലാം കറക്റ്റായിട്ട് വരുന്നു. ഭയങ്കര ഇത് കൊള്ളാല പരിപാടി, അപ്പോൾ ഇത് നമുക്ക് പറ്റിയ പരിപാടി തന്നെ, വളരെ സുഖം. അങ്ങനെ ഞങ്ങൾ പോയി ഒരു 15 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇൻ്റർവെല്ലിൻ്റെ ഒരു സെക്ഷൻ. അത് പക്ഷെ കുറേ ഉണ്ട് കേട്ടോ, വലിയൊരു ഷോട്ടാണ്. അവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി അത് മൊത്തം 44 ടേക്ക് പോയി. അപ്പം അത് ഒരാളുടെ തെറ്റല്ല, പല ആൾക്കാരും തെറ്റിച്ചു. അതിനകത്ത് കുറെ ആൾക്കാരുണ്ട്, ഒറ്റ സിംഗിൾ ടേക്ക് ആവുക. അപ്പൊ പല ആളുകളും തെറ്റിക്കുന്നുണ്ട്, അതിന്റെ കൂട്ടത്തിൽ ഞാനും തെറ്റിക്കുന്നുണ്ട്. അങ്ങനെ വന്ന് 44 ടേക്ക് ആയി ലിജോ ചേട്ടൻ്റെ കിളി പോയി. ലിജോ ചേട്ടൻ അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ഒച്ചെടുത്ത്. അപ്പം അത്രയും നാൾ ഞങ്ങൾ മറ്റേ വളരെ സിമ്പിളായിട്ട് ഹാപ്പി ആയിട്ട് അന്നാണ് ഞങ്ങളെല്ലാവരും ഒന്ന് പകച്ചുപോയി. അത് കഴിഞ്ഞ് ലിജോ ചേട്ടൻ പിന്നെ വന്ന് കൂളാക്കി സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത രണ്ടാമത്തെ ടേക്കിൽ സംഭവം റെഡിയായി. ഫുൾ ഒറ്റ ടേക്കിൽ തന്നെ സാധനം കിട്ടി. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ജല്ലിക്കെട്ട് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ ലിജോ ചേട്ടൻ വന്ന് 2-3 സീനുകളൊക്കെ ക്ലബ് ചെയ്യും. അപ്പം നമ്മുടെ വിചാരിക്കും ഈ ഒരു സീൻ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെ ചെല്ലണേ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ലിജോ ചേട്ടൻ 3 സീനൊക്കെ ക്ലബ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പം നമ്മളൊരു സീൻ മാത്രം വായിച്ചിട്ടായിരിക്കും പോയിണ്ടാവുക. അപ്പം എടുക്കാല്ലേ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് ഇവിടെ നിന്ന് വന്നിട്ട് ഇങ്ങനെ വന്ന് അപ്പം അല്ലാതെ മറ്റേ 3 സീനും കൂടി ഒരുമിച്ച് ഓക്കെ അല്ലേ? അയ്യോ കടവുളേ. അത് പക്ഷെ നമ്മൾ ആ സമയത്ത് എങ്ങനെയെങ്കിലൊക്കെ നമ്മൾ പുഷ് ചെയ്ത് നമ്മൾ ചെയ്യും. നല്ല എക്സ്പീരിയൻസാണ്. പുള്ളി എപ്പോഴും പറയണതെന്ന് വെച്ചാൽ സാധാരണ സിമ്പിളായിട്ട് പുള്ളി അഭിനയിച്ചും കാണിച്ചു തരും. ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ പുള്ളിയുടെ ഒരു ഇതിൽ കാണിച്ചു തരും. അതും ഭയങ്കര രസമാണ്. കൂടുതൽ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു സംവിധായകൻ ആ ഒരു പരിചയം എങ്ങനെയായിരുന്നു? അങ്കമാലി ഡയറീസിലെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു. അപ്പം അന്ന് ഷൂട്ടിൻ്റെ ഇടയിൽ ഏതോ ഒരു സീൻ ചെയ്യണതിൻ്റെ ഇടയിൽ ടിൻചേട്ടൻ വന്നിട്ട്, അത് പടം ഏകദേശം തീരാറായി, ഷൂട്ട് തീരാറായി. ആ സമയത്ത് ടിൻചേട്ടൻ വന്നിട്ട് എടാ എൻ്റെ ഒരു കഥയുണ്ട്, ഞാൻ നിൻ്റെ അടുത്ത് പറയാം, നമുക്കൊരു പടം ചെയ്യണം. അപ്പം ഞാനിത് ഭയങ്കര സന്തോഷത്തിൽ, നമുക്ക് സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഒരു ചീഫ് അസോസിയേറ്റ് വന്നിട്ട് ഇങ്ങനെ പറയാമെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഇത്. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞു അത് അടിപൊളിയാണ്. അപ്പോൾ വേറെ ചിലർ പറഞ്ഞു എടാ ഇത് ഈ സിനിമാക്കാരിങ്ങനെ വാഗ്ദാനങ്ങൾ കൊടുക്കണതാണ്, നീ അത് കാര്യമൊക്കെ എടുക്കണ്ട. അപ്പോൾ ഓക്കെ. പിന്നെ നമ്മളത് കിട്ടു. പിന്നെ കുറേ നാളായിട്ടും ടിൻചേട്ടൻ കഥയായിട്ട് അങ്ങനെ ഒരു ഇതുമില്ല, ഡിസ്കഷനൊന്നുമില്ല. അപ്പോൾ എനിക്ക് പക്ഷേ പുള്ളി തള്ളിയതാണ്. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ പുള്ളി എന്നെ വിളിച്ചത്, ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ട്, ഒരു ജയിൽ പരിപാടി ഉണ്ട്, അതിൻ്റെ ഇത് കേൾക്കാൻ പറ്റുമെന്ന് വെച്ചിട്ട് പുള്ളിയും റൈറ്റർ ദിലീപ് എണ്ണം കൂടി അങ്ങോട്ട് വീട്ടിലേക്ക് വന്നു. എന്നിട്ട് അവർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പരിപാടി എനിക്കിഷ്ടമായി. അങ്ങനെയാണ് സ്വാതന്ത്ര്യം ടിൻചേട്ടൻ്റെ ആദ്യത്തെ പടം ചെയ്തത്. പുള്ളിയുടെ പോലത്തെ മേക്കിങ്ങില്ലാത്ത ആ സ്വാഗും പുള്ളി ഒരു സ്ലോ മോഷനും അല്ലേ, എനിക്ക് തോന്നുന്നു ആൻ്റണിയെ ഒരു ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന സാധനങ്ങൾ കുറേയൊക്കെ അങ്ങനത്തെ ആക്ഷൻ സീക്വൻസുകളൊക്കെ ആണല്ലോ. അവിടെ നമ്മൾ ആ DXലോട്ട് കൊടുത്ത പടത്തിലേക്ക് വന്നു. ബാബു ആൻ്റണി സാറായിട്ടുള്ളൊരു ഒരു അഭിനയത്തിൻ്റെ ഒരു പരിചയം എങ്ങനെയായിരുന്നു, ഒരു അനുഭവം? പുള്ളി ഒരു മാർഷൽ ആർട്ടിസ്റ്റ് കൂടി ആണല്ലോ. അതെ. അപ്പോൾ അത് നിങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടോ? പുള്ളി അദ്ദേഹം നിങ്ങളെ ഗൈഡ് ചെയ്തിട്ടുണ്ടോ? ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? ഞങ്ങൾ പോയി ചോദിക്കും പുള്ളിയുടെ അടുത്ത്, ഇങ്ങനെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കും. പുള്ളി ഇങ്ങനെ
പറഞ്ഞു തരും. അല്ലാതെ പുള്ളി നമ്മുടെ കാര്യത്തിൽ അങ്ങനെ വലിയ കാര്യമായിട്ട് അങ്ങനെ ഇടപെടുകയോ അല്ലെങ്കിൽ അത് ഇങ്ങനെ ചെയ്യണം എന്ന് വന്ന് പറയുമോ അങ്ങനെയൊന്നും പുള്ളി ഇടപെടാറൊന്നുമില്ല. പുള്ളി വളരെ സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യൻ. എനിക്കൊരു സാധു മനുഷ്യനായിട്ട് തോന്നിയത്. ബാബു ആന്റണി നമുക്ക് കാണുന്ന മറ്റേ പടങ്ങളിൽ തോന്നുന്നുള്ളൂ, പക്ഷെ ശരിക്കും മനസ്സുകൊണ്ട് പുള്ളി ഒരു പാവം മനുഷ്യനാണ്. ഇനി വരാനിരിക്കുന്ന പ്രൊജക്ടുകൾ, ഇപ്പൊ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമകൾ, ഇനി അങ്ങോട്ടുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാ? ദാവീദ് 14-ാം തീയതി ഇറങ്ങും. പിന്നെ നമ്മുടെ നഹാസ് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു ഫിലിമുണ്ട്, അതിൻ്റെ ഷൂട്ട് അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റേ നമ്മുടെ ഹനീഫിക്കില്ലേ, പുള്ളി എഴുതണ ഒരു പരിപാടി ഉണ്ട്. ദാവീദ് 14-ാം തീയതി റിലീസ് ചെയ്യാണ്. ഞങ്ങളിങ്ങനെ തമാശയ്ക്ക് പറയും, ഒരു സംഘർഷഭരിതമായ വാലന്റൈൻസ് ഡേ, പറഞ്ഞ പോലെ ഒരു പ്രണയ ദിനത്തിൽ നിങ്ങളൊരു അടിപ്പടമാണല്ലോ റിലീസ് ചെയ്യുന്നല്ലേ? അതെ അതെ. പക്ഷെ എനിക്കൊന്നും അതിൽ പ്രണയവും ഉണ്ടെന്നു. അതിൽ പ്രണയമുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ളൊരു ലവ് സ്റ്റോറി ഉണ്ട്. അതിന്റെ തോട്ടിൽ തന്നെ ഇപ്പോൾ അച്ഛൻ ഒരു മകൾക്ക് വേണ്ടി ഒരു ഡെഡ്ലി കോമ്പാക്റ്റിന് പോകുന്നു എന്ന് പറയുന്ന ആ തോട്ട് ഇറ്റ് സെൽഫ് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പം അങ്ങനെയാണ്, അതാണ് ദാവീദ്. എൻ്റെ ടാഗ് ലൈൻ ഇങ്ങനെയാണ്: സംഘർഷഭരിതമായ ഒരു കൊച്ചു കുടുംബ ചിത്രം ഈ പ്രണയ ദിനത്തിൽ നമ്മൾ അങ്ങോട്ട് തരും. പുതിയ വർഷം കൂടുതൽ സിനിമകൾ വരട്ടെ. ഇപ്പം ഈ സിനിമ 14-ാം തീയതി ഇറങ്ങുന്നു, അത് കൊട്ടക നിറഞ്ഞു ഓടട്ടെ. എല്ലാ വിധത്തിലുള്ള ആശംസകളും. നമുക്ക് ഇനിയും കാണാം ഇതിൻ്റെ സക്സസ്. നല്ല വാർത്തയും കൊണ്ട് നമുക്ക് ഇനിയും കാണാം. അതെ, ഉറപ്പായിട്ടും. അതെ ആക്ടർ എന്ന നിലയിൽ എല്ലാവരും അങ്ങോട്ടും സക്സസ് പാർട്ടിക്ക് വിളിക്കാൻ മറക്കരുത്. ക്യാമറമാൻ ഷൈൻ ചേട്ടനും ഞങ്ങളുടെ ആക്ടറാണ്. അപ്പൊ ചേട്ടനും എൻ്റെ എല്ലാ ആശംസകളും. ശരി.